നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ മുട്ടിക്കുളങ്ങ തൊട്ടടുത്തുള്ള പന്നിയമ്പാടത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു പുത്തം പുതിയ വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. നമ്മൾ നിൽക്കുന്നത് ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ നിന്ന് ഈ ഫ്രണ്ടേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് നല്ല രീതിക്കുള്ള ഹിൽ വ്യൂ ധാരാളം കാണാൻ സാധിക്കും. ഒരുപാട് എംപ്റ്റി സ്പേസ് ഓപ്പണായിട്ട് ഉള്ള സ്ഥലമാണ്. നല്ല രീതിക്ക് കാറ്റും വെളിച്ചം എല്ലതും ഉള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം. രാവിലെയും വൈകുന്നേരത്തും ഈ വഴിക്കിടയ്ക്ക് നടക്കാൻ നല്ല രീതിക്ക് ഉണ്ടാകും. ആ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുത്തം പുതിയ വീടിനെയാണ് ഇന്ന് ഞാൻ വന്നിട്ട് പരിചയപ്പെടാൻ വേണ്ടി പോണത്. അതായത് മൊത്തം വന്നിട്ട് 7 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 1650 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള ബ്രാൻഡ് ന്യൂ ഹൗസാണ്. വീട് ഫേസ് ചെയ്യുന്നത് വന്നിട്ട് നോർത്ത് ഫേസാണ്. ഇതാണ് നമ്മളുടെ വീടിൻ്റെ എൻട്രൻസ് ഭാഗം വരുന്നത്. 2 ഗേറ്റുകളാണ് ഉള്ളത്. അപ്പുറത്ത് ചെറിയൊരു ഗേറ്റും ഇപ്പുറത്ത് വണ്ടി കയറുന്ന രീതിക്കുള്ള വലിയൊരു ഗേറ്റുമാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ അകത്ത് ഉള്ളത്. ഈ പ്രോപ്പർട്ടീൻ്റെ 2 ഭാഗത്തും താറിട്ട റോഡാണ്. ഇതൊരു താറിട്ട റോഡാണ്. ഈ വഴി കൂടി നമുക്ക് വരാൻ സാധിക്കും. അതേപോലെ ഇപ്പുറത്തും താറിട്ട റോഡാണ്. ഈ വഴി കൂടി നമുക്ക് വരാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നല്ല രീതിക്ക് ഏത് വണ്ടി വേണമെങ്കിലും നിർത്തുന്നത്ര നല്ല ഒരു കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട്. 4 ഭാഗത്തും നല്ല രീതിക്കുള്ള ചുറ്റുമതിൽ കാര്യങ്ങൾ എല്ലതും കെട്ടിയിട്ടുള്ള പുത്തം പുതിയ വീടാണ്. ഇത്രയ്ക്കും ഫ്രണ്ടേജ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിക്ക് ഗാർഡനിങ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗാർഡനിങ് ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള നന്നായിട്ട് മണ്ണ് വിട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു സംഭം ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മലമ്പുഴ വാട്ടർ വന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൂടാതെ നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ അകത്ത് തന്നെ ഒരു ഓപ്പൺ വെല്ലും ഉണ്ട്. അവിടെ നിന്ന് ഒരു കണക്ഷൻ കൂടി നമുക്ക് കിട്ടും. വീട് ഭൂമിയിൽ നിന്ന് നല്ല ഹൈറ്റിലാണ് കെട്ടിയിട്ടുള്ളത്. ഒരിക്കലും ഈ ഭാഗത്ത് വെള്ളം കയറില്ല. നീറ്റായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതിൽ നമ്മുടെ വീട് ഫേസ് ചെയ്യുന്നത് നോർത്ത് ഫേസാണ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഭാഗം. അത്യാവശ്യം ഇവിടെ ചെയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കുന്ന രീതിക്കുള്ള സ്ഥല സൗകര്യത്തോടെ കൂടിയിട്ടാണ് നമ്മളുടെ പ്രോപ്പർട്ടി ഉള്ളത്. ഇതാണ് നമ്മുടെ മെയിൻ ഡോറ്. പുള്ളി തേക്ക് മരത്തിൽ പണിത് നല്ലൊരു ഡോറാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ അകത്ത് ഇതാണ് നമ്മളുടെ ഹാൾ വരുന്നത്. നല്ല വീതി കൂടിയ വലിയ ഒരു ഹാളാണ്. ഏകദേശം ഇതിൻ്റെ നീളം മാത്രം വന്നിട്ട് 22 അടിയോളം ഉണ്ട്. ഇതിൻ്റെ ഹാൾ കം ഡൈനിങ് ആണ് നമ്മളുടെ ഈ പോർഷൻ വരുന്നത്. ഇവിടെയാണ് നമ്മളുടെ TV യൂണിറ്റ് കാര്യങ്ങളെല്ലതും വെക്കുക. പുള്ളി ചെങ്കൽ കെട്ടാണ് വാസ്തുപ്രകാരം നോക്കിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഹാള് കഴിഞ്ഞ് ഈ ഭാഗം വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമാണ്. നല്ല വീതി കൂടിയ വലിയൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം. നല്ല സ്പേസിയസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. നെക്സ്റ്റ് ആ ബെഡ്റൂം കഴിഞ്ഞിട്ട് റിട്ടേൺ നമ്മുടെ ഹാളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഭാഗത്ത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ ഭാഗം വരുന്നത്. കിഴക്ക് നോക്കിയിട്ടാണ് നമ്മളുടെ കിച്ചൺ ഭാഗം വരുന്നത്.
ഇത്രയ്ക്കും സ്പേസ് ഇവിടെ വന്നിട്ട് ധാരാളമുണ്ട്. അതുകൂടാതെ ഇവിടെ ഈ സ്പേസ് മാത്രമല്ലാതെ ഇപ്പുറത്ത് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സൈഡ് കാണാൻ സാധിക്കും. ബാക്ക് സൈഡ് ഇത്രയും സ്ഥലമുണ്ട്. പുതിയ വീടാണ്, ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ചെറിയ ചെറിയ വർക്കുകളൊക്കെ പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയായിട്ട് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഗാർഡനിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള സ്ഥലമാണ്. കൂടാതെ കുറച്ച് പേർക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് ഐഡിയ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് വെച്ച് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉണ്ടാക്കാൻ സാധിക്കും. അത്രയ്ക്ക് സ്ഥല സൗകര്യത്തോടെ കൂടിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. മൊത്തം 7 സെൻറ്റ് സ്ഥലമുണ്ട് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ അകത്ത്. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഈ ഭാഗത്ത് ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ കൂടെ ധാരാളം സ്പേസ് ഉണ്ട്. ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്രയ്ക്കും സ്പേസ് ഉള്ളതാണ് അവിടെ. ഇതാണ് നമ്മുടെ സ്റ്റെയർ കേസ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോണത്. നല്ല വീതി കൂടിയ നല്ലൊരു സ്റ്റെയർ കേസാണ്. ഇവിടെ നിന്ന് വന്ന് കഴിയുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ധാരാളം സ്പേസുള്ള ഒരു ഹാള് ഇവിടെയുണ്ട്. അതുകൂടാതെ ഇവിടെ 2 ബെഡ്റൂമാണ് മുകൾ ഭാഗം ഉള്ളത്. ഈ ഭാഗത്ത് ഒരു ബെഡ്റൂമും ഇവിടെ ഒരു ബെഡ്റൂമും. അതേപോലെ മുകളിൽ 2 ബാൽക്കണിയാണ് ഉള്ളത്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ട് സൈഡ് ഒരു ബാൽക്കണിയും അപ്പുറത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറൊരു ബാൽക്കണിയും. അപ്പോൾ ഈ ബാൽക്കണി അങ്ങനെ ജസ്റ്റ് കാണാം. നല്ല ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. നല്ല കാറ്റും വെളിച്ചമൊക്കെ ധാരാളം ഉള്ള ഒരു ഏരിയയാണ്. മുകളിൽ കയറാനുള്ള സ്റ്റെപ്സ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മേലെ വന്നിട്ട് ഒരു 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഇപ്പോൾ മേലത്തെ ഭാഗത്ത് ബെഡ്റൂമായിട്ട് ഈ ബെഡ്റൂം ആദ്യം കാണാം. ഇതൊരു നല്ല വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ബാത്റൂം ഇപ്പുറത്താണ്. അതേപോലെ 3ാമത്തെ ബെഡ്റൂം ഉള്ളത് ഈ ഭാഗത്താണ്. ഇതാണ് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമും നല്ല വീതി കൂടിയ ബെഡ്റൂംസാണ്. എൻ്റെ അപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകളൊക്കെ വന്നു നിൽക്കുന്ന ഒരു ഏരിയ ആണത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഇവിടെയാണുള്ളത്. നല്ല വീതി കൂടിയ വലിയൊരു ബാത്റൂമാണ്. ഈ ടൈലൊക്കെ വന്നിട്ട് ഒരിക്കലും വഴുക്കാത്ത രീതിക്ക് നല്ല ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മെറ്റീരിയലുള്ളതും നല്ല മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീട് കെട്ട് വന്നിട്ട് ഫുൾ ആൻഡ് ഫുൾ ചെങ്കൽ കെട്ടാണ്. വാസ്തുപ്രകാരം നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബെഡ്റൂം കഴിഞ്ഞ വഴിക്ക് നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് ഇനിയൊരു ബാൽക്കണി ഉണ്ട്. ഈ ഫ്രണ്ടേജ് ഇത്രയും വലിയ ഒരു സ്പേസ് ഇവിടെയുണ്ട്. നല്ല രീതിക്കുള്ള കാറ്റുണ്ട് ഇവിടെ.
ഉമ്മറത്ത് കാണുമ്പോൾ നല്ല രീതിക്കുള്ള ഓപ്പൺ സ്പേസ് ധാരാളമുണ്ട്. ഈ ഭാഗത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഈ സ്ഥലം. നോർത്ത് ഫേസാണ്. ഈ പ്രോപ്പർട്ടീൻ്റെ താഴെ ഭാഗത്ത് ഒരു കിണർ കുഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ രീതിക്കുള്ള ഒരു കിണറാണ്. അവിടെ നിന്ന് നമ്മുടെ ഓരോ വീട്ടിലേക്കും വന്നിട്ട് വെള്ളത്തിൻ്റെ സൗകര്യം അവർ കൊണ്ടുവന്ന് തരുന്നതാണ്. അതുകൂടാതെ അതിൻ്റെ മുകൾ ഭാഗത്ത് കാണുമ്പോൾ ഒരു വാട്ടർ ടാങ്ക് കാണുന്നുണ്ട്. അതൊന്ന് പഞ്ചായത്തിൻ്റെ വാട്ടർ ടാങ്കാണ്. അവിടെ നിന്നും ഫർദറായിട്ട് വെള്ളം ഈ ഭാഗത്ത് വരും. അതുകൂടാതെ ഈ ഭാഗത്ത് ഒരുപാട് എംറ്റി പ്ലേസ് ഉള്ളത് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗാർഡനിങ് ഏരിയ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ രാവിലെ ലഞ്ച് നടക്കാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യം എല്ലതും ഉള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പുത്തമുതി വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് പന്നിയമ്പാടം എന്നാണ് പറയുക. അതായത് പാലക്കാട് നിന്ന് നമ്മുടെ മുണ്ടൂർ മണ്ണാർക്കാടിക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ മുട്ടിക്കുളങ്ങര ജംഗ്ഷൻ ഉണ്ട്. ആ മുട്ടിക്കുളങ്ങര ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ഇവിടേക്ക് ഏകദേശം 1.5 മുതൽ 2 കിലോമീറ്റർ മാറ്റമാണ് ഉള്ളത്. നമ്മുടെ മുട്ടിക്കുളങ്ങരയിലാണ് നമ്മുടെ പോലീസ് ക്യാമ്പ് ഉള്ളത്. പിന്നെ വന്നിട്ട് മുട്ടിക്കുളങ്ങര എണ്ണ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റിയ രീതിക്കുള്ളൊരു എണ്ണയാണ്. അതുകൂടാതെ സെൻറ്റ് ആൻഡ് സ്കൂൾ ആ ഭാഗത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് സെൻറ്റ് ആൻഡ് സ്കൂളിലേക്ക് ഏകദേശം 1.5 to 2 കിലോമീറ്ററിനകത്താണ് ഉള്ളത്. അതേപോലെ മുണ്ടൂർ ജംഗ്ഷനിൽ നിന്ന് ഇവിടേക്ക് ഒരു 5 കിലോമീറ്റർ മാറ്റമാണ് ഉള്ളത്. ഏത് സമയത്തും വരണം പോകണം, നല്ല രീതിക്കുള്ള റോഡ് സൗകര്യം എല്ലതും ഉള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പുതിയ പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ അകത്ത് വന്നിട്ട് മൊത്തം വന്നിട്ട് 7 സെൻറ്റ് സ്ഥലമാണ്. അതിൽ 1650 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 3 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള പുത്തമ്പുതിയ വീടാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിൻ്റെ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് വന്നിട്ട് 62 ലാഖാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ പ്രൈസിൽ നിന്ന് ചെറിയൊരു മാറ്റം വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കുക. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്. അഥവാ ലോണ് വേണം എന്ന് വിചാരിക്കുന്ന പാർട്ടികൾക്ക് ലോണും കൂടി റെഡിയാക്കി തരുന്നതാണ്. അപ്പോൾ ഈ വീടെടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.